ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 80, ശ്ലോകം 9, 10, 11. പീതാംബരം കരവിരാജിത ശംഖചക്രകമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 9. അക്രൂരയേഷ ഭഗവൻ ഭവനിശ്ചയൈവാം സത്രാജിതാ കുചരിതസ്യ യോജഹിംസാം അക്രൂരതോ മണിം അനാഹൃതവാൻ പുനസ്ത്വം തസ്സൈവ ഭൂതിം ഉപദാതും ഇതി ബ്രുവന്തി. അന്വയം, അർത്ഥം. ഭഗവാൻ സർവഗുണ സിന്ധു ഈ അക്രൂരൻ ഭവതിച്ഛയായവ അങ്ങയുടെ ഇച്ഛയനുസരിച്ച് തന്നെയാണ്. കുചരിതസ്യ ദുശ്ചരിതമായ സത്രാജിത്തിന്റെ ഹിംസാം വധം യോജിപ്പിച്ചത്. പുനഃ അനന്തരം ത്വാം അങ്ങേ തസ്യ അവനെ ഭൂരി ഐശ്വര്യം ഉപദാതും ഏവ ഉണ്ടാകുന്നതിന് വേണ്ടി തന്നെയാണ്. അക്രൂരനിൽ നിന്ന് മണി രത്നത്തെ അനാഹൃതവാൻ വാങ്ങാതിരുന്നത് ഇതി പ്രകാരം ബ്രുവന്തി പണ്ഡിതന്മാർ പറയുന്നു. ഹരിവു. സാരം: അക്രൂരൻ ശതധന്വാവിനെ കൊണ്ട് സത്രാജിത്തിനെ കൊല്ലിച്ചത് ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചാണ്. രത്നം അക്രൂരന്റെ കയ്യിലുണ്ടെന്ന് ഭഗവാനെ അറിയാം. എങ്കിലും ഭഗവാൻ അത് അയാളുടെ കയ്യിൽ നിന്നും വാങ്ങിയില്ല. അത് അക്രൂരനെ നന്മ ചെയ്യാൻ വേണ്ടിയാണെന്ന് ബുദ്ധിമാന്മാർ പറയുന്നു. ഹരിവു. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 10. ഭക്തത്വയി തിരതരസഖീ ഗാന്ധിനേയാം തസ്യൈവ കാപദമതി കദമീശജാത വിജ്ഞാനവാൻ പ്രശമവാനകമിത്യുദീർണം ഗർവം ധ്രുവം ശമയിതും ഭവതാ കൃതൈവ. അന്വയം, അർത്ഥം. സഹ ഗാന്ധിനേയ അക്രൂരൻ, ത്വയി അങ്ങയിൽ, സ്ഥിരതര ഇളകാത്ത, ഭക്താഹി ഭക്തനാണ്, ഈശ സർവശക്തനായ ദേവ, തസ്യ ഏവ അത്രയ്ക്കധികം ഉറപ്പുള്ള ഭക്തിയോടുകൂടിയ അവനു തന്നെ, കാപദമതി തെറ്റായ മാർഗത്തിൽ ചരിക്കാനുള്ള ബുദ്ധി, കഥം എങ്ങനെ, ജാത ഉണ്ടായി, അഹം ഞാൻ, വിജ്ഞാനവാൻ വിജ്ഞാനമുള്ളവനാണ്, പ്രശമവാൻ ശമം ഉള്ളവനാകുന്നു, ഇതി എന്ന്, ഉദീർണം വലുതായിട്ടുണ്ടായ, ഗർവം അഹങ്കാരത്തെ, ശമയിതും ഇല്ലാതെയാക്കാൻ, ഭവതായേവ അങ്ങയാൽ തന്നെ, കൃത ചെയ്യപ്പെട്ടതാകുന്നു, ധ്രുവം തീർച്ച തന്നെ. ഹരിവും. സാരം: ഭഗവാനിൽ ഉറച്ചതും ഒരിക്കലും ഇളകാത്തതുമായ ഭക്തിയും അതിനു ചേർന്ന വിവേകവും ശമവും അറിവുമെല്ലാം ഉള്ള അക്രൂരനെ എങ്ങനെ ഇപ്രകാരം ഒരു ദുഷ്ടബുദ്ധി ഉണ്ടായി? അത് ഭഗവാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഞാൻ ഏറ്റവും വലിയ ജ്ഞാനിയാണ്, ശമദമാദി സമ്പത്തിന് ഞാൻ ഉടമയാണ്, എന്നെപ്പോലെ വേറൊരു ഭക്തനും ലോകത്തില്ല എന്നിങ്ങനെയുള്ള അക്രൂരന്റെ അഹന്ത മാറണം. അതിന് വഴി വേറെയില്ല. ഹരിവും. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. യാദം ഭയേന കൃതവർമ്മയുധം പുനഃത്വം ആഹൂയതൻ വിനിഹിതം ച മണിം പ്രകാശ തത്രൈവ സൂർതധരേ വിനിധായ ദുഷ്യൻ ഭാമാകുജാന്തശയനം ഭവനേശവായാം. അന്വയം, അർത്ഥം. ഭയേന ഭയം കൊണ്ട്, കൃതവർമ്മ യുധം കൃതവർമാവിനോടുകൂടി, യാദം പോയവനായ, തം ആ അക്രൂരനെ, പിന്നീട്, ആഹൂയ വിളിച്ചു വരുത്തി, തദ് വിനിഹിതം അവനെ ഏൽപ്പിച്ചിരുന്ന, മണി സമന്തകം, പ്രകാശ്യ എല്ലാവരുടെയും മുമ്പിൽ വച്ചിട്ട്, തത്ര ഏവ അവിടെ തന്നെ,
സുവ്രതധരെ നല്ല വ്രതനിഷ്ഠയോടുകൂടിയ അക്രൂരനിൽ തന്നെ വിനിതായ വച്ചിട്ട് പുഷ്യൻ സന്തുഷ്ടനായി തീർന്ന ഭാമാകുജാന്തരശായ പാമയൊന്നിച്ച് സുഖമായി പവനേശ ഗുരുവായൂരപ്പ പായ അങ്ങ് തന്നെ എന്നെ രക്ഷിച്ചാലും. ഹരി ഓം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സാരം: ഭഗവാനെ ഭയന്ന അക്രൂരനും കൃതവർമാവും ഒന്നിച്ചോടി കാശിയിലെത്തി. വിവരമറിഞ്ഞ ഭഗവാൻ അക്രൂരനെ വരുത്തി സമന്തകം വാങ്ങി എല്ലാവരെയും കാണിച്ചിട്ട് അത് വ്രതാനുഷ്ഠാനങ്ങളോടിയ പരമഭക്തനായ അക്രൂരൻ്റെ കയ്യിൽ തന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. ബലരാമൻ മുതലായവരുടെ സംശയവും തീർന്നു. സന്തുഷ്ടനായി തീർന്ന ഭഗവാൻ കൃഷ്ണൻ ഭാമയും ഒന്നിച്ച് സുഖമോടെ ദ്വാരകയിൽ വസിച്ചു. ഹരി ഓം.